അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോണ പരിപ്പും പപ്പായ ഇട്ട് ഒരു കൂട്ടാനാണ്. ആദ്യം പരിപ്പ് വേകാനിട്ട് രണ്ടാമത് പപ്പായ ഇട്ട് കൊടുക്കണം. അതിൽ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് അതൊന്ന് വേവിക്കണം. അത് വേകാനിട്ടു. അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കട്ടെ. അധികം എരിവ്, തേങ്ങ അരച്ചുള്ള കൂട്ടാനാണ്. അത് കാരണം അധികം എരിവ് വേണ്ട കേട്ടോ. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്ക്. ഉപ്പ് പൊടി ഇട്ട് കൊടുക്ക. ഒരല്പം കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അത് വേകണം അതുവരെ. അത് വേകണ സമയത്ത് നമുക്ക് നാളികേരം അരച്ചെടുക്കാം. നാളികേരത്തിന് ചേർക്കണത് ജീരകവും നാളികേരവും കൂടിയാണ് അരയ്ക്കണത്. അത് അരച്ചെടുക്കട്ടെ. ഒരു കപ്പ് നാളികേരമാണ് കേട്ടോ ചേർക്കണത്. പപ്പായയും പരിപ്പും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. എല്ലാം ശരിക്കും വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ, ഒരു കപ്പ് തേങ്ങയും ജീരകവും കൂടി അരച്ച് അതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നല്ലോണം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ കടുക് വറുത്ത് കൊടുക്കാം. കാണാനെല്ലാം ഒരു ഭംഗിയുണ്ട്. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുക് വറുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ കൂട്ടാൻ കാലായി. കടുക് വറുക്കാൻ പോവുകയാണ്. കടുക് വറുക്കട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇപ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാൻ പോവുകയാണ്. കടുകിട്ട് കൊടുത്ത് തീ ഓഫ് ചെയ്തു. ഇതിലേക്ക് ഉണക്കമുളകിട്ട് കറിവേപ്പിലയിട്ട് നമുക്കിനി ഈ കൂട്ടാനിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടാൻ ഓഫ് ചെയ്ത് അസൽ പപ്പായ കൂട്ടാനായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ്.
എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക.